ഉണ്ടാക്കാൻ പോകുന്ന കിടിലം സാധനമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ട്രൈ ചെയ്ത് നോക്കണം. പറകി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും ഇഷ്ടപ്പെടും. ചിക്കൻ വേണം. ഇത് ഇതാ നോക്ക്. ഇത് അടിപൊളിയായിട്ടുണ്ടാകണം. ആദ്യം ഇതും ഇടണം. ഇതെന്താ ഇതായിട്ട് ഇതും കൂടി മുറിച്ചിട്ട് ഇടണം. കിടലം സാധനം എന്ന് പറഞ്ഞാൽ കിടലം സാധനം. ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇത് കാപ്സിക്കോ ആണ്. എന്നിട്ട് കാപ്സിക്കോ ഇടാം. നിലത്ത് വീണു കാപ്സിക്കോ. കണ്ടായി നിലത്ത് വീണു. കാപ്സിക്കോ ഇട്ട് ചെയ്യാനായിന്. കാപ്സിക്കോ ഇട്ട് ചെയ്യാനാകുമ്പോൾ എന്നിട്ട് മല്ലിപ്പൊടിയെല്ലാം ഇടണം. ഈ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാ പാത്രത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷെ ഒരു സാധനം ഉണ്ട്, അത് അടിപൊളിയാണ്. പിള്ളേർക്കെല്ലാം ഇഷ്ടമാകും. പക്ഷെ അത് ടേസ്റ്റ് ചെയ്യാണ്ട് നമ്മളിട്ടില്ല. ഇതാ ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് ഇതാ ഇങ്ങനെ ആക്കി എടുക്കണം. കുറച്ചൊരു വെയിറ്റ് ചെയ്യണം. ചിക്കൻ ക്യൂബ് ആവശ്യമുണ്ട്. ചിക്കൻ ക്യൂബ് ഇടണം. ചിക്കൻ ക്യൂബ് മെയിനാണ്. രണ്ടെണ്ണം വാങ്ങിക്കാം. ചിക്കൻ ക്യൂബ് ഇട്ടിരിക്കുന്നു. ഇതാ ഒരു പാത്രം എടുത്ത് വരുന്നു. ആദ്യം മുളക് പൊടി ഇടണം. എന്നിട്ട് കണ്ടോ ഇങ്ങനെയാക്കി എടുക്കണം. ഇങ്ങനെയാക്കി എടുത്തിട്ട് കണ്ട നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കണം. ടേസ്റ്റി ആയിട്ട് എടുത്തില്ലെങ്കിലും ടേസ്റ്റ് ആകൂല. ഞാനിപ്പോൾ എത്ര നേരം പിടിച്ചത്? 33 വരെ ഞാൻ ഇപ്പം പിടിച്ചത്. അതൊന്നും കുഴപ്പമില്ല. ഗരം മസാലയും ഇട്ട് മുളക് പൊടിയും ഗരം മസാലയും ഇട്ട് അടുത്ത് വരുന്നു ഗരം മസാല, കുരുമുളകും ഇട്ട്. അത് കുരുമുളകാണ്, സോറി. മഞ്ഞപ്പൊടി ഇട്ട്. ഇതിപ്പം പൊടികളിപ്പം നിറഞ്ഞിരിക്കുന്നല്ലോ. കുറച്ച് ഉപ്പിട്ട് ടേസ്റ്റാക്കാൻ ഉപ്പ്. നമ്മൾ അധികം ആക്കണ്ട, ഇത്രയാക്കിയാൽ മതി. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് മന്തി മസാലയും കൂടി ഇട്ട് ഓയിലും കൂടി ഒഴിച്ച് സാധനം റെഡിയാക്കാനായിട്ടുണ്ട്. ഇനി ചിക്കന് വേണം. ചിക്കന് മെയിൻ സാധനം. ചിക്കൻ ക്യൂബ് ചിക്കൻ ആയതുകൊണ്ട് ഞാൻ മെയിൻ എന്ന് പറഞ്ഞു. എന്നാ വിനേഗരും ഒഴിച്ച് എല്ലാം ഒഴിച്ച്
ഇന്നോടൊഴിച്ച് വെറുതെ പറയും ഞാൻ. കണ്ട ഇങ്ങനെ ആക്കി എടുക്കണം. ഇങ്ങനെ ആക്കി എടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം, മിക്സാക്കി കൊടുക്കണം. അടിപൊളിയായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കണം. ഇങ്ങനെ ആക്കിയെടുക്കണം. നമ്മളിത് ഷോർട്സിലാണ് ഇടുന്നത്, വീഡിയോയിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെയല്ലേ നേരെ പിടിയുന്നത്. അടിപൊളി. ചിക്കൻ ക്യൂബില് പശുവിൻ്റെ ഫോട്ടോ ഇട്ട് നിങ്ങൾ കണ്ടിനാ? ഞാൻ നോക്ക്, കണ്ടോ നമ്മുടെ ചിക്കൻ കുട്ടമ്മേ. നല്ല ടേസ്റ്റി ആക്കി വെക്കണം. ടേസ്റ്റി ടേസ്റ്റി. നോക്കുക, നിങ്ങൾ ചിക്കൻ ക്യൂബില് ചിക്കൻ മാത്രമല്ല കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ പശു കാണിച്ചെന്നാ, കണ്ട പശു. അത് മാത്രല്ല, ഇതെന്നാ സാധനമാണെന്നറിയില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ബിഗ് ബോസ് കമന്റ് ആണ്. അതെന്താണ് ഞാൻ പറഞ്ഞത്? സാൻഡ്വിച്ചിന് വന്നല്ലേ അത് ചിക്കൻ ക്യൂബ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞു വിട്ടു. അത് ഫോട്ടോ കണ്ട് എല്ലാം പറഞ്ഞു വിട്ടു ഓന്. അത് ഓൻ്റെ ഒരു പ്രശ്നം. ഇതാര് നല്ല മണം വരുന്നുണ്ട്. മൈനസിലും പ്രതി നല്ല മണം. എനിക്കാണെങ്കിൽ എനിക്കില്ലേ ചിക്കൻ പൊരിക്കുകയും പിന്നെ മൈനസ് അവിടെ ഇട്ടിട്ടു അതവിടെ ആക്കിയിട്ടാണ് എനിക്കിഷ്ടം. പക്ഷെ ഇതിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആക്കി. ഇത് കുറച്ചൊരു മൂടി വെക്കണം. മൂടിയിട്ട് കുറച്ചേരം ഫ്രിഡ്ജിൽ വെക്കണേ. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ ഇതാ ഈ ലോത്തിട്ടിട്ട് കണ്ടോ നമ്മളെ സാധനം എടുക്കുന്നുണ്ട്. ഇതാ നോക്കൂ, ഇതാണ് സാധനം. കണ്ടോ നമ്മൾ ചിക്കൻ മരിച്ചിടുന്നു. ഒരു സൈഡ് പൊടിച്ചിട്ട് മസാല എല്ലാം മെല്ലി മക്കി. ഒരു മിനിറ്റ്, ഇതാകാൻ വെച്ചിരിക്കുകയാണ്. എടുക്കും തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് നാളെ അറിയാം. ഇതൊരു 1 മണിക്കൂർ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് അല്ല. ഇത് കണ്ട ഇപ്പൊ രാത്രിയായിനെ. കണ്ട വൈകുന്നേരമായിട്ട് ഇപ്പൊ രാത്രിയായി. ഇന്ന് നമ്മൾ തിന്നിട്ട് വേണമെന്നുള്ളൂ. കണ്ട രാത്രിയായി. നെറ്റും തിന്ന് നമ്മൾ അടങ്ങുള്ളൂ. കണ്ട അവിടെ നമ്മളെ ബിൽഡിംഗ് എല്ലാം. ഇത് ഷാർജ. ശരിക്കും നിങ്ങൾക്കാർക്കെങ്കിലും ബിഗ് ബോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മളെ ബിഗ് ബോസ് ആ മെയിൻ. കണ്ട ചിലപ്പോൾ പാതി ചെയ്യാനാണ്. പക്ഷേ നമ്മളെ ഗെയിം വീഡിയോ അയക്കുന്നത്. കുബൂസ് ഇഷ്ടം, പൊറോട്ട ഇഷ്ടം, എന്തെങ്കിലും ഒന്നും ആക്കിക്കോ. പ്ലേറ്റ് ഇവിടെ റെഡിയാക്കി. നല്ല ചൂടുണ്ട്. ഇതിപ്പോ അകരാത്രിയാ. ഇതിപ്പോ നമ്മൾ TV കാണുന്നു. ബിഗ് ബോസ് നമ്മൾ നിർത്തി. അത് നെറ്റില്ല. ഇതൊക്കെ ഇതാ കപ്പ്
കണ്ട ഗ്ലാസ് ഇതാ ഓറഞ്ച് കളറോ ഈ കളർ എന്താ കമന്റ് ചെയ്യണേ ആ പൈസ കാണുന്ന പൈസയാണ് ക്ഷമിക്കണം ഇതിന്റെ 3 സ്മാർട്ട്